ദൈവനാമത്തിന് മഹത്വം. ഈ സന്ധ്യാസമയത്ത് ഇത്രയും പേർക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയതോർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം സക്കറിയാവിൻ്റെ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8 അധ്യായങ്ങൾ നാം അല്പമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഒരു അധ്യായത്തിൽ തന്നെ, ഒരു വാക്യത്തിൽ തന്നെ അനേക കാര്യങ്ങൾ നമുക്ക് ആഴത്തിൽ പഠിക്കുവാനുണ്ട്. ഈ പഠനത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിക്ക് വേണ്ടി എല്ലാ ആഴ്ചയും ഒരു അധ്യായമെങ്കിലും കവർ ചെയ്യുവാനുള്ള ആഗ്രഹത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നാം പഠിക്കുമെങ്കിൽ ഇത് കഴിഞ്ഞ് ഓരോ അധ്യായവും അല്ലെങ്കിൽ ഓരോ വാക്യവും നാം എടുക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് വീണ്ടും ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഇന്ന് സാങ്കേതികമായിട്ട് നമുക്ക് സപ്പോർട്ടുണ്ട്. ഇതേ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഉൾപ്പെടെ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഇത് റെഫർ ചെയ്തിട്ട് പഠിക്കുവാൻ സാധിക്കും. മറ്റ് റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ചേർന്ന് അത് പഠിച്ച് നമ്മുടെ മനസ്സിൽ ഇത് ഉൾക്കൊണ്ടാൽ മാത്രമേ അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എനിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു പഠനത്തിൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും എനിക്ക് പഠിക്കുവാൻ സാധിക്കും. ഒന്ന്, ഞാൻ തന്നെ ഇത് റെഫർ ചെയ്യുമ്പോൾ ഒന്ന് പഠിക്കും. 2, ഇവിടെ അത് പറയുമ്പോൾ രണ്ടാമത് മനസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ 2 പ്രാവശ്യം അത് കടന്നു പോകും. സ്റ്റിൽ പെട്ടെന്ന് ഒരു 4-ാം അധ്യായത്തിലെ 5-ാം അധ്യായത്തിലെ കാര്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഓർമ്മ നിൽക്കണമെന്നില്ല. അപ്പം അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം അവിടെ നിന്ന് കേൾക്കുന്ന ഓഡിയൻസ് എന്ന നിലയ്ക്ക് വളരെ പരിമിതികൾ നമുക്ക് ആ രീതിയിലുണ്ട്. ഇന്ന് നാം ചേർന്ന് ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ 9-ാം അധ്യായമാണ്. ചാപ്റ്റർ 9 ഓഫ് ദ ബുക്ക് ഓഫ് സക്കറിയ. ആദ്യം നാം ചെയ്യുന്നത് പോലെ ആ ഭാഗം ഒന്ന് നമുക്ക് വായിക്കാം. ഓരോ വാക്യം 2 വാക്യങ്ങൾ വെച്ച് വായിച്ച് നമുക്ക് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാം. യഹോവയുടെ അരുളപ്പാട് അദ്രാക്ഷദേശത്തിന് വിരോധമായിരിക്കുന്നു. വന്നവരും യഹോവ മനുഷ്യരിലും ഇസ്രായേലിന്റെ സകല ഓർമ്മകളിലും കൃഷിവെക്കുന്നു. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിന് ജ്ഞാനം ഏറിയ സോറിനും സീതോനും അങ്ങനെ തന്നെ. സോർ തനിക്കൊരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും വീതികളിലെ ചെളി പോലെ കണ്ടവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവരെ ഇറക്കി അവരുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും. അവർ തീക്കിരയായി തീരുകയും ചെയ്യും. പലപ്പോഴും ഗസയും എക്രോനും കണ്ട് ഏറ്റവും കുറയ്ക്കും. അവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോൾ ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അഷ്കലോനിന്റെ നിവാസികൾ ഇല്ലാതെയാകും. അസ്തോദിൽ നിവാസികളില്ലാതെയാകും. അസ്തോദിലൊരു അവരുടെ ജാതി പാർക്കും. ഫിലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്ന് അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്ന് നീക്കിക്കളയും. എന്നാൽ അവൻ നമ്മുടെ ദൈവത്തിന് ഒരു ശേഷിപ്പായി തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെ പോലെ പോലെ മാറും. പിതാവിന്റെ രാജാവിനെ അയച്ചുകൊണ്ടിരുന്നു. അവർ നീതിമാനും ദേശാലയും ധാന്യവുമായി അയലത്തോക്കും ജീവിതത്തിന്റെ വിദ്യയായ ഓരോരുത്തർക്കും കയറി വരുന്നു. ഞാൻ എഫ്രൈമിൽ നിങ്ങൾ ജലത്തെ എസ്രേമിൽ നിങ്ങൾ കുതിരയെയും ഛേദിച്ചു കളയും. കടവിലും ഒഴിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം തരും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോടും ആയിരിക്കും. യഹോവ അവർക്ക് മേലെ പ്രവേശിക്കാനും
അവന്റെ അസ്ത്രം എന്നെ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് വാഹനം കുടിക്കാൻ എഴുതിക്കാറ്റുകളിൽ നിന്ന് വരും. അവരെ ദീർഘമായ വർഷവും നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും. അവർ അവരുടെ ദേശത്ത് ഒരു കിരീടത്തിൽ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. അതിന് എത്ര സ്ത്രീത്വവും അതിന് എത്ര സൗന്ദര്യവും ഉണ്ട്. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും തൃപ്തിയിരിക്കും. ദൈവനാമത്തിന് മഹത്വം. ദൈവവചനം വായിക്കുന്നതും വായിച്ചു കേൾക്കുന്നതും ഒക്കെയും അനുഗ്രഹപ്രദമായിട്ടുള്ള വിഷയമാണ്. ഈ 8-ാം അധ്യായം വരെ നമുക്ക് അല്പമായിട്ടെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നാം ചിന്തിച്ച ചില കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിഷയങ്ങളാണ് 9-ാം അധ്യായം മുതൽ നാം കാണുന്നത്. നമുക്കറിയാം 14 അധ്യായങ്ങളുണ്ട്. ഇനിയുള്ള അധ്യായങ്ങളിൽ നാം ഈ 8 അധ്യായങ്ങളിൽ കണ്ട വിഷയങ്ങളല്ല, മറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ 9-ാം അധ്യായത്തിൻ്റെ ഒരു ആകത്തുക ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചാപ്റ്റർ നമുക്ക് 3 വിഭജിക്കാം. വി ക്യാൻ ഡിവൈഡ് ദിസ് ചാപ്റ്റർ ഇൻടു 3. 3 മേജർ പാർട്സ് ആയിട്ട് ഈ ഒരു അധ്യായത്തെ നമുക്ക് വിഭജിക്കുവാൻ സാധിക്കും. ആദ്യത്തേത് അതിൻ്റെ 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയാണ്. ചില ബൈബിൾസിൽ ആ ഒരു വിഭജനം കാണുവാനും നമുക്ക് സാധിക്കും. 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. ആ 8 വാക്യങ്ങളിൽ ഈ ഇസ്രായേലിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ദേശങ്ങൾ, അവർക്കെതിരെയുള്ള ന്യായവിധിയെ കാണിക്കുന്ന വാക്യങ്ങളാണ്. ഇസ്രായേലിന്റെയും യഹൂദയുടെയും ചുറ്റുമുള്ള രാജ്യങ്ങളെ ന്യായം വിധിക്കുന്ന, അവർക്കെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ കാഴ്ചവെക്കുന്ന ഒരു വാക്യങ്ങളാണ് ഈ 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഭാഗം ഈ അധ്യായത്തിന്റെ അതിന്റെ 9-ഉം 10-ഉം വാക്യമാണ്. 9-ഉം 10-ഉം വാക്യം. ആ 9-ഉം 10-ഉം വാക്യത്തിൽ നമുക്ക് നമ്മുടെ മിശിഹ അല്ലെങ്കിൽ ദൈവത്തിന്റെ 2-ാം വരവ് അല്ലെങ്കിൽ വരവിനെ കുറിച്ച് അറിയിക്കുന്ന വാക്യങ്ങളാണ്. കമ്മിങ് ഓഫ് ദി കിങ് മസായ, അതിനെ കാഴ്ചവെക്കുന്ന 2 വാക്യങ്ങൾ. പിന്നെ ബാക്കിയുള്ള 11 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ അവിടെ റെസ്റ്റോറേഷൻ ആൻഡ് വിക്ടറി ഓഫ് ഗോഡ്സ് പീപ്പിൾ, ദൈവജനത്തിന്റെ പുനഃസ്ഥാപനവും അവരുടെ ജയവും, ഈ കാര്യങ്ങളെ കാഴ്ചവെക്കുന്നതാണ് 3-ാമത്തെ ഭാഗം. അപ്പൊ 3 ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ആകത്തുകയായിട്ട് ഈ 9-ാം അധ്യായത്തെ വിഭജിക്കാം. 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ ചുറ്റുമുള്ള ഇസ്രായേലിന് ചുറ്റുമുള്ള ദേശത്തിന്റെ എതിരെയുള്ള ന്യായവിധിയെ കാഴ്ചവെക്കുന്ന വാക്യങ്ങളാണ്. 9-ഉം 10-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മിശിഹായുടെ വരവ്, മടങ്ങി വരവിനെ കുറിച്ച് കാഴ്ചവെക്കുന്ന വാക്യം. പിന്നീടുള്ള 11 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത് ദൈവജനത്തിന്റെ റെസ്റ്റോറേഷൻ ആൻഡ് വിക്ടറി, പുനഃസ്ഥാപനവും അവരുടെ വിജയവും കാഴ്ചവെക്കുന്ന വാക്യങ്ങളാണ്. നാം ഈ 8 അധ്യായങ്ങളും ചിന്തിച്ചപ്പോൾ ഒരു പ്രത്യേക ശൈലി നാം ഫോളോ ചെയ്തിരുന്നു, നാം അനുകരിച്ചിരുന്നു, നാം ചെയ്തു വന്നത്. അത് ലിറ്ററലി അക്ഷരികമായിട്ട് ഇസ്രായേൽ ജനത്തോട് എങ്ങനെയാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സക്കറിയാവ് ഈ പ്രവചനം എഴുതുമ്പോൾ ആ വാക്കുകൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അതിനർത്ഥമായിരുന്നത്, അത് നാം ചിന്തിക്കാറുണ്ട്. അതോടൊപ്പം അതിന്റെ ആത്മീകമായിട്ടുള്ള അർത്ഥം ഇന്ന് സഭയ്ക്ക് വേണ്ടി എന്താണ്, വാട്ട് ഈസ് ദി സ്പിരിച്വൽ മീനിങ്, സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ഫോർ ചർച്ച് വിത്ത് റെസ്പെക്ട് ടു ദ ചർച്ച്, സഭയോടുള്ള ബന്ധത്തിൽ അതിന്റെ അർത്ഥം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് എന്ന് നാം ചിന്തിക്കാറുണ്ട്. ഈ ഒരു അധ്യായം പ്രത്യേകമായിട്ട് ഭാവിയെക്കുറിച്ച് പറയുന്ന വിഷയങ്ങളായതുകൊണ്ട് ഇന്ന് നാം കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചും അതിന്റെ ഒരു പൂർത്തീകരണം, അതിന്റെ നിവർത്തീകരണത്തെക്കുറിച്ചും ഈ ചില വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഈ ഒരു അധ്യായത്തിന്റെ ആകത്തുക. 3 നമുക്ക് വിഭജിക്കുവാൻ സാധിക്കും. അതിന്റെ 1-ാം വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. അതിൽ അടങ്ങിയിരിക്കുന്ന സത്യമാണ് ആദ്യമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കും. 1-ാം വാക്യം. ദേശത്തിന് വിരോധമായിരിക്കുന്നു, അത് വന്നു വരും. യഹോവ മനുഷ്യരിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. 1-ാം വാക്യം നാം വായിക്കുമ്പോൾ
നമുക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യം മനസ്സിലാവും. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ചില വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിന്റെ അർത്ഥം മനസ്സിലാവണം. അവിടെ ഹദ്രാക്ക് ദേശം അല്ലെങ്കിൽ ഹാഡ്രാക്ക് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്നത്. ലാൻഡ് ഓഫ് ഹാഡ്രാക്ക് അല്ലെങ്കിൽ ഹദ്രാക്ക് ദേശം. അത് ഏത് ദേശമാണ്? ഹദ്രാക്ക് ദേശം എന്ന് വെച്ചാൽ സിറിയ ദേശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ലാൻഡ് ഓഫ് സിറിയ, സിറിയയിലെ ഒരു പ്രദേശമാണ് ഹദ്രാക്ക് ദേശം. രണ്ടാമത്തെ പദം അവിടെ എന്താണ്? ഡമാസ്കസ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ദമഷ്കിമേൽ അങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയത്. അപ്പൊ ഡമാസ്കസ് എന്ന് പറയുന്നത് ഈ സിറിയയിൽ തന്നെയുള്ള സിറിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്, തലസ്ഥാനമാണ് ഡമാസ്കസ്. അപ്പൊ ഹദ്രാക്ക് സിറിയയെ കാണിക്കുന്നു, ഡമാസ്കസ് സിറിയയുടെ തലസ്ഥാനമാണ്. അപ്പോൾ അവിടെയാണ് നാം പറയുന്നത് ബർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് എഗെയിൻസ്റ്റ് ദീസ് ലാൻഡ്സ്. അപ്പോ യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുമ്പോൾ ആ ഒരു ഭാരത്തെയാണ് ഇംഗ്ലീഷിൽ നാം വായിക്കുന്ന ബർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. അപ്പോ ദൈവവചനത്തിന്റെ ഒരു ഭാരം അവിടെ ആ പ്രവാചകനുണ്ട്. അത് ആ ദേശത്തിനെ അറിയിക്കത്തക്ക രീതിയിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കെതിരെയാണ്? ദൈവത്തിന്റെ ദൃഷ്ടി അവിടെ ഉണ്ടെന്ന് വായിക്കുന്നു. ആർക്കെതിരെയാണ്? ഐസ് ഓഫ് മെൻ. അവിടെ സിറിയയും കർത്താവ് യഹോവയായ ദൈവം നോക്കുന്നു, ഈ ഹദ്രാക്ക് ദേശവും ദമാസ്കസ് ദേശത്തെ നോക്കുന്നു. എസ്പെഷ്യലി പ്രത്യേകാൽ ആരെയാ നോക്കുന്നത്? ഓൾ ദ ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളെയും അവിടെ കർത്താവിന്റെ ദൃഷ്ടി അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടിയ ഒരു ആദ്യത്തെ കാര്യം, ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് നാം മനസ്സിലാക്കി. ബേർഡൻ ഓഫ് സെക്കറിയ. അവിടെ സെക്കറിയാവ് ഒരു പ്രവാചകനാണ്. ഒരു പ്രവാചകന്റെ ഹൃദയത്തിലെ ഭാരം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കർത്താവ് സകല മനുഷ്യരെയും കാണുന്ന ഒരു യഹോവയാണ്, സകലരെയും കാണുന്നതാണ്. ഇസ്രായേൽ ജനത്തിന്റെ ദൈവമാണ്. പ്രത്യേകമായിട്ട് ഇസ്രായേലിനെ മാത്രം ദൃഷ്ടി വെക്കുന്ന ദൈവമാണോ? അല്ല. ദൈവം സിറിയയെയും ദൃഷ്ടി വെക്കുന്നു. സിറിയയിലുള്ള ഹദ്രാക്ക് ദേശത്തെയും ഡമാസ്കസിനെയും ഒക്കെയും ദൃഷ്ടി വെക്കുന്ന, പ്രത്യേകാൽ ഇസ്രായേലിനെ ദൃഷ്ടി വെക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ജനത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, ലോകത്തിൽ വസിക്കുന്ന ജനത്തെക്കുറിച്ച് ഒരു ഭാരമുള്ള ഒരു ദൈവമാണ്, യഹോവയാണ് നമുക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് മനസ്സിലാക്കാൻ യെരമ്യ പ്രവചനത്തിന്റെ 20-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? യെരമ്യ പ്രവചനം 20-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അവിടെയും ഇതിന്റെ ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ യെരമ്യ പ്രവാചകൻ പറയുകയാണ്, ചില കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, അത് അടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയാതിരിക്കുമ്പോൾ തനിക്ക് ഉണ്ടാവുന്ന എന്തോ അവിടെ മലയാളത്തിൽ എന്തോ രേഖപ്പെടുത്തിയിരുന്നത്? തീയാണ് തന്റെ ഹൃദയത്തിൽ. തന്റെ അസ്ഥികളുടെ അവസ്ഥ എന്താണ്? അസ്ഥികളുടെ അവസ്ഥ എന്താണ്? അതിന്റെ 9-ാം വാക്യം, താൻ സഹിച്ച് തളർന്ന് എനിക്ക് വയ്യാതെയായി, എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. അപ്പോൾ തന്റെ ഹൃദയത്തിൽ തീ കത്തുകയാണ്. എന്താ കാരണം? ഈ പറയാനുള്ള കാര്യങ്ങൾ ആ ദേശത്തോട് അറിയിക്കാതെ ഇരിക്കാൻ താൻ തീരുമാനിക്കുമ്പോൾ യെരമ്യ പ്രവാചകൻ അത് സാധിക്കുന്നില്ല. അതേ ഭാരമാണ് ഇവിടെ സെക്കറിയ പ്രവാചകനുമുള്ളത്. ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവം തന്റെ ഈ ലോകത്തെ നോക്കുന്നു, ആ വിഷയങ്ങളൊക്കെ അറിയിക്കണം എന്നുള്ളത് വളരെ ഭാരത്തോടെയാണ് ഈ പ്രവാചകന്മാര് അന്നേ കാലത്തിൽ സമീപിച്ചിരുന്നത്. അവരുടെ അരുളപ്പാടുകളൊക്കെയും രേഖപ്പെടുത്തിയിരുന്നത്, അവര് ജനത്തെ അറിയിച്ചിരുന്നത്. ആ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സിറിയ എന്ന് നാം ചിന്തിച്ചു. ഹദ്രാക്ക് ദേശം അനദർ നെയിം ഫോർ എ റീജിയൻ ഇൻ സിറിയ. സിറിയയിൽ തന്നെയുള്ള ഒരു ദേശമാണ്, സ്ഥലമാണ് ഹദ്രാക്ക്. ഡമാസ്കസ് എന്ന് പറയുന്നത് സിറിയ എന്ന ആ സ്ഥലത്തിന്റെ തലസ്ഥാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്നും ലോകത്തിൽ ഉള്ള ഒരു രാജ്യം തന്നെയാണ് സിറിയ. അതുകൊണ്ട് നാം അതിനെക്കുറിച്ച് വർത്തമാനകാലത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിഷയമാണ്. അപ്പോൾ ഈ ദൃഷ്ടി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ദൃഷ്ടി, സിറിയയുടെ ദൃഷ്ടി എല്ലാം യഹോവയെങ്കിൽ ദൃഷ്ടി വരണം എന്നുള്ള ഒരു ആഗ്രഹം ആണ് കർത്താവ് അല്ലെങ്കിൽ സെക്കറിയാവ് ഇവിടെ പറയുന്നത്. ബിക്കോസ് കർത്താവിന്റെ ദൃഷ്ടി ഇവരുടെ എല്ലാം മേലുണ്ട്. കർത്താവിന്റെ ദൃഷ്ടി സിറിയയുടെ മേളിലുമുണ്ട്, ഇസ്രായേലിന്റെ മേലുമുണ്ട്. അതുകൊണ്ട് ഇവർ തിരിച്ചും കർത്താവിങ്കിലേക്ക് നോക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ്, ഒരു ഭാരമാണ് സെക്കറിയ പ്രവാചകന് ഉള്ളത്. പുതിയ നിയമത്തിൽ ഇതുമായിട്ട് ചേർന്ന 1-2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് പിന്നീട് അത് ഭവനത്തിൽ ചെന്ന് വായിക്കാവുന്നതാണ്. ഇതുമായിട്ട് ചേർക്കാൻ പറ്റുന്ന 2 വാക്യങ്ങൾ.
1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ാം വാക്യം, 1 Timothy chapter 2 and verse 4. അവിടെ ദൈവത്തിന്റെ ഒരു ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഗോഡ് ഡിസയേഴ്സ് ഓൾ പീപ്പിൾ ടു ബി സേവ്ഡ്. കർത്താവിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ആഗ്രഹമാണ് ഈ ലോകത്തിലെ സകല ജനവും രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് സകലരുടെ മേലും കർത്താവിന്റെ ദൃഷ്ടിയുണ്ട്. ആ ആശയമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഭാഗം 1 തിമോത്തിയോസ് തന്നെ 4-ാം അധ്യായം 10-ാം വാക്യം, 1 Timothy chapter 4 and verse 10. അവിടെയും നാം വായിക്കുന്നത് ഹി ഈസ് സേവിയർ ഓഫ് ഓൾ മെൻ എസ്പെഷ്യലി ദോസ് ഹു ബിലീവ്. കർത്താവ് എല്ലാ ജനത്തിന്റെയും രക്ഷകർത്താവാണ്, പ്രത്യേകാൽ തന്നിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷകർത്താവാണ് എന്നുള്ള പദങ്ങൾ ഇതുമായിട്ട് ചേർന്ന് നമുക്ക് ആത്മീകമായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്ന വിഷയമാണ്. അപ്പോൾ ആദ്യത്തെ വിഷയം സെക്കറിയാവിന്റെ ഒരു ഭാരം, ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്. ദൈവം എല്ലാവരെയും നോക്കുന്നു. നിങ്ങളും ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ട അത്യാവശ്യമുള്ള വിഷയമാണ്. പ്രത്യേകാൽ ഇസ്രായേലിലേക്ക് നോക്കുന്നു. അപ്പോൾ ദൈവം ഇന്ന് സകല ലോകത്തെയും നോക്കുന്നു, പ്രത്യേകാൽ തൻ്റെ സഭയെ നോക്കുന്നു. അങ്ങനെയും നമുക്ക് ആത്മീകമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കും. ദൈവം സകല ജനത്തിനെയും നോക്കുന്നു, ദൃഷ്ടിയുണ്ട്. പ്രത്യേക ദൃഷ്ടി ആരുടെ മേലാണ് ഉള്ളത്? തൻ്റെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനം, തൻ്റെ സഭയുടെ മേൽ തൻ്റെ ദൃഷ്ടി ഉണ്ട്. അതിന്റെ 2 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വേഴ്സസ് 2, 3 and 4 ഒന്ന് വായിക്കാം. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീദോനും അങ്ങനെ തന്നെ. സോർ തനിക്ക് ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും കിഴികളിലെ ചെളി പോലെയും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും, അവൾ തീപ്പൊടിയായിത്തീരുകയും ചെയ്തു. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ 3 വാക്യങ്ങളിൽ മറ്റ് 2-3 പേരുകൾ, പട്ടണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇംഗ്ലീഷിൽ ടയർ, സിഡോൺ, ഹമാത്ത് എന്നാണ് നാം വായിക്കുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പട്ടണങ്ങളാണ്. ബോർഡേഴ്സ്, അതിരുകൾ ഇവരെ ഷെയർ ചെയ്യുന്ന പട്ടണങ്ങളാണ്. അവിടെ മലയാളത്തിൽ നാം എഴുതിയിരുന്ന സോറിനും സിദോനും. അപ്പൊ ടയർ ആൻഡ് സിദോൺ അവര് വളരെ ബുദ്ധിയുള്ളവരാണ്. ഈ സോറിനെയും സിദോനെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ഈ ന്യൂയോർക്ക് അല്ലെങ്കിൽ ലണ്ടൻ, ആ ലെവലിലെ സിറ്റീസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഡെവലപ്ഡ് വികസനം അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള സിറ്റികളാണ്. ഏറ്റവും കൂടുതൽ എക്സ്പെൻസസോ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ, കൺവീനിയൻസസ് ഉള്ള ചില സിറ്റീസ് ആണ്. ആ ലെവലിലെ സിറ്റീസ് ആയിരുന്നു അന്നേ കാലത്ത് ഈ സോറും സിദോനും. ആ കാര്യം നാം മനസ്സിലാക്കേണ്ടി. പ്രത്യേകിച്ച് ടയർ അല്ലെങ്കിൽ ഈ സോർ എന്ന് പറയുന്ന സോറിന്റെ ആ ഒരു സിറ്റിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആ നിലവാരമുള്ള സിറ്റീസ് ആയിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവിടെ നമ്മൾ ആ വാക്യത്തിൽ വായിച്ചല്ലോ, 3-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? സോർ എന്താ ചെയ്തത്? തനിക്ക് കോട്ട പണിഞ്ഞു. അവിടെ എന്തുവാ ഉള്ളത്? വെള്ളിയുമുണ്ട്, തങ്കവുമുണ്ട്. അപ്പോ സിൽവർ ഉണ്ട്, അവിടെ ഗോൾഡ് ഉണ്ട്. അവിടെ സാധാരണ രീതിയിലുള്ളതല്ല, സിൽവർ ലൈക്ക് ഡസ്റ്റ്, പൊടി പോലെയാണ് വെള്ളിയുള്ളത്. ഈ തങ്കം എങ്ങനെ ഉള്ളത്? ചെളി പോലെയാണ് ഉള്ളത്. സോ അത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു വ്യാപ്തി ചെറിയ ലെവലിലെ ഒരു വെള്ളിയോ തങ്കവോ അല്ല. വളരെ ശേഖരം അവരുടെ കൈവശമുണ്ട്. ഏറ്റവും ഉന്നതമായിട്ടുള്ള, സാമ്പത്തികമായിട്ട് ഏറ്റവും വളർന്ന ലെവലിലെ രാജ്യങ്ങളാണ് ഈ സോറിനെ കുറിച്ചും സിദോനെ കുറിച്ചും നാം മനസ്സിലാക്കുമ്പോൾ. അവരുടെ സാമ്പത്തികമായ നിലവാരം, അവരുടെ ബലം വളരെ കൂടുതലാണ്. വീണ്ടും നാം വായിക്കുന്ന താഴോട്ട് അതിനെക്കുറിച്ച് അവരെ മറ്റുള്ളവര് ലോകങ്ങൾ അല്ലെങ്കിൽ ഈ ദേശത്തെ കാണുമ്പോൾ വളരെ ബലമുള്ള രാജ്യങ്ങളായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2-ാം വാക്യത്തിൽ വായിക്കുന്നത് അവരുടെ ജ്ഞാനമേറിയ സോറാണ്, വൈസ് ടയർ എന്നാണ് നാം വായിക്കുന്നത്. അവരുടെ വിസ്ഡം കൂടുതലാണ്. ഓക്കെ, ജ്ഞാനമുള്ള ഒരു സിറ്റി, ഒരു പട്ടണം. വീണ്ടും എന്താ നാം വായിക്കുന്നത്? 3-ാം വാക്യത്തിൽ കോട്ടയുള്ള ഒരു പട്ടണമാണ്. സ്ട്രെങ്ത്, ബലത്തെ കാണിക്കുന്ന വിഷയമാണ്. വീണ്ടും എന്താണ് വായിക്കുന്നത്? വെള്ളിയും തങ്കവും ഉള്ള ഒരു സിറ്റി. അത് അവരുടെ ധനത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. 3 കാര്യങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക. ഒന്ന്, അവരുടെ ബുദ്ധി, ഹ്യൂമൻ ക്ലെവർനെസ്, അവരുടെ ഇന്റലിജൻസ്. അവർക്ക് ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള ഒരു ദേശം, ഒരു പട്ടണം. അതാണ് ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ വിഷയം കോട്ടകളുള്ള, അതിന്റെ അർത്ഥം ബലമുള്ള, മൈറ്റുള്ള, ശക്തിയുള്ള ഒരു പട്ടണം. 3-ാമത്തേത് അവർക്ക് എന്തുണ്ട്? വെള്ളിയും
തങ്കവുമുണ്ട്, മെറ്റീരിയൽ വെൽത്ത്, അവർക്ക് ലോകപരമായിട്ട് വളരെ ധനവും ശേഖരവും ഉണ്ട്. 3 കാര്യങ്ങൾ ചെളി പോലെയാണ്. അപ്പൊ അതിന്റെ വ്യാപ്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നമുക്കത് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. സ്വർണ്ണമൊക്കെ ഇങ്ങനെ തറയില് ചെളി പോലെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രയോഗം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. സോ അത്രമാത്രം സമ്പന്നമായിട്ടുള്ള അവസ്ഥയിൽ 3 കൂട്ടം കാര്യങ്ങൾ നാം വായിക്കുന്നു. അത് എന്നാൽ കർത്താവ് എന്താ അവിടെ പറയുന്നത്? എന്താ പറയുന്നത്? 3-ാം വാക്യത്തിൽ 2-ാം ഭാഗം, ബിഹോൾഡ് ലോർഡ് വിൽ ഡു. കർത്താവ് എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നേ? അത് 3-ാം വാക്യം. പിന്നെ ഇതാണ് കർത്താവിന്റെ പ്രതികരണം. കർത്താവ് പറയുകയാണ്, ഇതാണ് സോറിനും സിദോണിനും ഒക്കെ സംഭവിക്കുവാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആത്മീകമായിട്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. ദൈവം എക്കാലത്തും ദൈവം വെറുക്കുന്ന, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത 3 കൂട്ടം കാര്യങ്ങളാണ് നാം ഈ പട്ടണങ്ങളെക്കുറിച്ച്, ഈ ജനങ്ങളെക്കുറിച്ച് ഇവിടെ നാം വായിച്ചത്. നാം ചിന്തിച്ചു, അവർക്ക് സ്വയജ്ഞാനത്തിൽ അവിടെ പുകഴുന്നവർ, നിഗളിക്കുന്നവരായിരുന്നു. അവർക്ക് അവരുടെ കോട്ടകളിൽ മേൽ വളരെ ആശ്രയമുണ്ടായിരുന്നു. അവരുടെ ധനം, സമ്പത്തിന്റെ മുകളിൽ അവർക്ക് വളരെ ആശ്രയമുണ്ടായിരുന്നു. യെരമ്യാ പ്രവചനം ഒന്നുകൂടെ നമുക്ക് തിരികെ വരാം. 9-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആദ്യമായിട്ട് 23-ാം വാക്യം, യെരമ്യാവ് 9-ാം അധ്യായം 23. ഈ വാക്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഭവനത്തിൽ ചെന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇത് അത്യാവശ്യമായതുകൊണ്ട് നമ്മളൊന്ന് വായിക്കുന്നു. 23-ാം വാക്യം, യെരമ്യാ പ്രവചനം. ഈ 3 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ നാം ഈ പട്ടണത്തെ കുറിച്ച് കണ്ടത്. എന്താണ്? ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, പിന്നെന്താ? ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഇത് ഒരു ഡയറക്റ്റ് കൽപ്പനയാണ്. യെരമ്യാ പ്രവാചകൻ അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ വിഷയമാണ്, ഭാരത്തോടെ പറഞ്ഞതാണ്, അങ്ങനെ സംഭവിക്കരുത്. എന്നാൽ ഈ പട്ടണങ്ങളിൽ അങ്ങനെ സംഭവിച്ചു. അതിന്റെ അനന്തര ഫലങ്ങൾ നാം വായിക്കുന്ന അതേ വാക്യത്തിൽ കർത്താവ് എന്ത് ചെയ്തു എന്നുള്ള വിഷയം നാം വ്യക്തമായിട്ട് അവിടെ വായിക്കുന്നു. ഡു നോട്ട് ബോസ്റ്റ് ഇൻ വിസ്ഡം, ഡു നോട്ട് ബോസ്റ്റ് ഇൻ മൈറ്റ്, ഡു നോട്ട് ബോസ്റ്റ് ഇൻ റിച്ചസ്. ജ്ഞാനത്തിലോ ബലത്തിലോ നമ്മുടെ ധനത്തിലോ നാം നിഗളിക്കുവാൻ, ആശ്രയിക്കുവാൻ, ബലം കണ്ടെത്തുവാൻ പാടില്ല. ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ജ്ഞാനവും ബുദ്ധിയുമുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെക്കാൾ മുകളിൽ ചില കാര്യങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ ആരുമില്ല എന്നുള്ളൊരു ധാരണയിൽ ജീവിക്കുന്നത്. പല അർത്ഥങ്ങളിൽ നമുക്ക് അതിനെ ജ്ഞാനത്തിൽ ആശ്രയിക്കരുത് എന്ന് പറയുമ്പോൾ ചിന്തിക്കുവാൻ സാധിക്കും. ബലം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ബലമുണ്ട്. രാഷ്ട്രീയ ബലമുണ്ട്, നമ്മുടെ കായിക ബലമുണ്ട്, നമ്മുടെ പല രീതി മാനസികമായ ബലമുണ്ട്, പല രീതിയിലുള്ള ബലമുണ്ട്. അതിൽ ആശ്രയിക്കരുത് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ധനം എന്ന് പറയുന്നാൽ ആക്ഷരികമായിട്ട് തങ്കവും വെള്ളിയും ശരിയായിട്ട് ധനമാണ്. പല രീതിയിൽ ധനം ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നും നാം ആശ്രയിക്കുവാൻ പാടില്ല. 24-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അവിടെ ആശ്രയിക്കരുതെന്ന് പറഞ്ഞിട്ട് 24-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. അവിടെ എന്നെ ഗ്രഹിച്ച് അറിയുന്നവൻ തന്നെ പ്രശംസിക്കട്ടെ. അപ്പോൾ പ്രശംസിക്കുന്നത് ഏതിലാണ്? കർത്താവിനെ കുറിച്ചുള്ള അറിവ്, നോളജ് അബൌട്ട് ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അപ്പോൾ നമുക്ക് പ്രശംസിക്കുവാൻ വകയുള്ളത് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളം എനിക്കുണ്ട്, അതിൽ എനിക്ക് പ്രശംസിക്കുവാൻ കഴിയും. ഒരു പരിധിവരെ കർത്താവിനെ നമുക്കൊരിക്കലും അറിഞ്ഞു തീർക്കുവാൻ സാധ്യമല്ല. എന്നാൽ യെരമ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ഈ 3 കാര്യത്തിൽ പ്രശംസിക്കരുത്, എന്നാൽ നിങ്ങൾ പ്രശംസിക്കുവാൻ വകയുള്ളത് ഏതിലാ? കർത്താവിനെ കുറിച്ചുള്ള നിങ്ങളെ അറിവ്. കർത്താവിനെ നാം അറിയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരികയില്ല. ആ പട്ടണങ്ങൾ സംഭവിച്ച വിഷയം നാം കാണുന്നു. അവർക്ക് ദൈവം പറയുന്നത്, ലോർഡ് വിൽ ഡിസ്പോസസ് ഹെർ ആൻഡ് കാസ്റ്റ് ഹെർ വെൽത്ത് into the sea. അവിടെ നാം വായിച്ചു. എന്നാൽ കർത്താവ് 4-ാം വാക്യം, അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും, അവൾ തീക്കിരയായി തീരുകയും ചെയ്യും. ഇത് നാം ഈ വചനത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ച് ചരിത്രപരമായി ചിന്തിക്കുന്നതും നല്ലതാണ്. ഞാൻ അതൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ സെക്കറിയാവിന്റെ പ്രവാചകന്റെ പ്രവചനം നാം കാണുന്നു. ഇതിന്റെ ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവചനം
പറഞ്ഞതിന്റെ രേഖപ്പെടുത്തിയതിന്റെ 200 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച ഒരു സംഭവമാണ്. അത് റെക്കോർഡിക്കലി ലോകത്തിന്റെ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അലക്സാണ്ടർ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നുള്ള ഒരു മഹാനായകൻ ഉണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു. താൻ ഈ ദേശത്തേക്ക് വരികയുണ്ടായി ഇതിനെ കീഴടക്കുവാൻ വേണ്ടി. എന്നാൽ ഈ സോർ പട്ടണം, സിദോൻ പട്ടണം, അവർക്കൊരു നീളമുണ്ടായിരുന്നു. അവരുടെ പട്ടണത്തിന്റെ അടുത്തേക്ക് സമ്പത്ത് ആർക്കും അങ്ങനെ കൈവശമാക്കുവാൻ സാധ്യമല്ല. കാരണം അവർക്ക് ഒരു ഭൂമിയുണ്ട്, എന്നാൽ സമ്പത്തെല്ലാം അവരൊരു ഐലൻഡിലാണ് ശേഖരിച്ചിരുന്നത്. അതിന്റെ അടുത്ത് ഒരു വാട്ടർ ബോഡി, ജലമാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഐലൻഡ് എന്ന് മലയാളത്തിൽ എന്താ പറയുക? ദ്വീപുണ്ട്. അപ്പൊ ഒരു ദ്വീപ് അവരുടെ ദേശത്തിന് അടുത്തുണ്ട്. അവിടാണ് ഈ വെള്ളിയും സ്വർണവും ഈ ചെളി പോലെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്, ശേഖരണമുള്ളത്. അതുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി അവരെ അറ്റാക്ക് ചെയ്താലും അവിടം വരെ ഒരിക്കലും എത്തില്ലെന്നായിരുന്നു അവരുടെ ചിന്താഗതി. എന്നാൽ അവിടെ ആ ചക്രവർത്തി ചെയ്തത്, ഈ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. താൻ ഈ ദ്വീപിന്റെ അടുത്തുള്ള തീരപ്രദേശം ആദ്യം കീഴടക്കിയിട്ട് താൻ ചെയ്തത്, ഇവിടെ രേഖപ്പെടുത്തിയതുപോലെ അവരുടെ ദേശത്തിന്റെ കല്ലുകൾ എടുത്തു, അത് ആ നദിയിലേക്ക്, ആ തടാകത്തിലേക്ക് ഇട്ടു. പിന്നെ അവരുടെ മരക്കഷ്ണങ്ങൾ എടുത്തു, അതെടുത്ത് അതിനകത്തിട്ടു. പിന്നെ അവരുടെ വേസ്റ്റ് എല്ലാം എടുത്ത് ആ കടലിലേക്ക് ഇട്ടു. ഏകദേശം 1/2 മൈല് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ദ്വീപിലേക്ക്. ആ ദ്വീപിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് ഈ ഡെബ്രിസ്, ഈ വേസ്റ്റും കൊണ്ട് താൻ നിറച്ചിട്ട് അവിടം വരെ എത്തി. വണ്ടിയും ആൾക്കാരെയും ഇറക്കി അവിടുത്തെ എല്ലാ സമ്പത്തും എടുത്തുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പോവുകയുണ്ടായി. ആക്ഷരികമായിട്ട് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് എന്താണ്? ഇതെന്താ പറയുന്നത്? നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ സമ്പത്ത് കടലിൽ എറിഞ്ഞു കളയും, അത് നിങ്ങളുടെ തീയും കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കത്തിച്ചു കളയും. അത് അക്ഷരികമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി അവിടെ വന്നപ്പോൾ സംഭവിക്കുകയുണ്ടായി. കർത്താവിന്റെ വചനത്തിന്റെ നിവർത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാൻ മാത്രമേ നമുക്ക് വകയുള്ളൂ. ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിഷയമാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു, ഇത് സെക്കറിയാവ് പറയുമ്പോൾ ഈ സോറും സിദോനും എന്ന് പറയുന്നത് ന്യൂയോർക്കും ലണ്ടനെ പോലെയാണ്. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് അക്ഷരികമായിട്ട് പറയാം. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പറയുകയാണ് ഒരു പ്രവചനം എന്ന് പറയുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഏറി പോകുന്നത് കൊണ്ട് അങ്ങനെ മറ്റാരും വിചാരിക്കരുത്. ഇതൊരു എക്സാമ്പിൾ ആണ്. വിചാരിക്കുക, ന്യൂയോർക്ക് എന്ന പട്ടണം അല്ലെങ്കിൽ ലണ്ടൻ എന്ന പട്ടണം ഇനിയും ഇല്ലാതെയാകും. അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം കടലിലേക്ക് പോകും. അവരുടെ സമ്പത്തും അവരുടെ സെന്റേഴ്സും എല്ലാം അടിഞ്ഞു പോകും, ഇല്ലാതെയായി പോകും എന്ന് പറയുന്നത് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന വിഷയമാണോ? എനിബഡി ക്യാൻ തിങ്ക്. ആർക്കും ചിന്തിക്കുവാൻ പറ്റുന്ന വിഷയമല്ല. എന്നാൽ അവിടെ സെക്കറിയാവിന്റെ പ്രവചനം അങ്ങനെയാണ് പറയുന്നത്. അത് സംഭവിച്ചു. സോർ ദേശത്ത് അത് സംഭവിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എസെക്കിയേലിന്റെ പ്രവചനം 26-ാം അധ്യായം 12-ഉം 14-ഉം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ഇത് അക്ഷരികമായിട്ട് ഈ വാക്കുകൾ അവിടെ ആ പ്രവാചകനും പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ അത് പ്രവചിക്കുന്നുണ്ടായിരുന്നു. 26-ാം അധ്യായം 12-ഉം 14-ഉം വാക്യം. എസെക്കിയേൽ 26:12 and 14. നശിപ്പിക്കും, വെള്ളത്തിലിട്ട് കളയും. ദൈവനാമത്തിന്റെ മഹത്വം. അതൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വസ്തുക്കളൊക്കെ ഒന്ന് എടുത്തു പറയാൻ വേണ്ടി ആ വാക്യം വായിച്ചതേ ഉള്ളൂ. കർത്താവിന്റെ പ്രവചനം അക്ഷരികമായിട്ട് ദൈവത്തിന്റെ പ്രവാചകന്മാർ പറഞ്ഞത് നിവർത്തിയായ ഒരു സംഭവമാണ്. 200 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവാചകന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഈ കാര്യം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ 5 തൊട്ട് 7 വാക്യങ്ങളിൽ നിന്ന് വാക്യം. വേഴ്സസ് 5, 6 and 7. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. എക്രോൻ കണ്ട് ഏറ്റവും വിറയ്ക്കും. അവരുടെ പ്രത്യാശയിൽ ഭംഗം വരുമല്ലോ. യസ്രയേലിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അസ്കലോൻ നിവാസികൾ ഇല്ലാതെയാകും. അസ്തോദിലൊരു കൗടലജാതി പാർക്കും. ഫെലിസ്ത്യരുടെ ഗർഭം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനടിയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന്റെ ഒരു ശേഷിപ്പായിത്തീരും. ഓക്കെ, ദൈവനാമത്തിന്റെ മഹത്വം. ഈ വാക്യങ്ങളൊക്കെയും അനേക പട്ടണങ്ങളുടെ പേരുണ്ട്.
ഇത് പഠനമായതുകൊണ്ട് ആ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാം സോറിനെ കുറിച്ചും സിദോനെ കുറിച്ചും ചിന്തിച്ചു. 5, 6, 7 വാക്യങ്ങളിൽ നാം വേറെ കുറച്ച് പേരുകൾ അഷ്കലോണിനെ കുറിച്ച് വായിക്കുന്നു, ഗസയെ കുറിച്ച് വായിക്കുന്നു, ആസ്ഡോഡിനെ കുറിച്ച് വായിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിലാണ് ആ പേരുകൾ പറയുന്നത്. 2 ഭാഷയിലും പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അഷ്കലോൺ, ഗാസ, ആസ്ഡോഡ് എന്ന വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ 3 സിറ്റീസിനെ കുറിച്ച് നാം ചില കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നുണ്ട്. എന്താണ് അവിടെ? അഷ്കലോണ് ഇത് കണ്ട് എന്ത് സംഭവിക്കും? ഭയപ്പെടും. അത് കഴിഞ്ഞ് അവർ വിറയ്ക്കും. ഈ കാര്യങ്ങളൊക്കെ കണ്ട് അവർ ഭയപ്പെടും, അവർ വിറയ്ക്കും. വീണ്ടും നാം വായിക്കുന്നത് മോറോവർ കിങ് വിൽ പെരിഷ് ഫ്രം ഗാസ. ഗാസയിലെ രാജാവ് എന്ത് ചെയ്യും? നശിച്ച് പോകും. ഇന്ന് നമുക്ക് കാണാം ഗാസ ഉണ്ട്, എന്നാൽ അവിടുത്തെ രാജാവ് നഷ്ടപ്പെടുന്നു വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? രാജാവ് എന്താ ചെയ്യുന്നത്? ഭരണകൂടം അല്ലെങ്കിൽ രാജ്യത്തെ ഭരിക്കുന്ന ഒരു വിഷയം. ഗാസ ഇന്ന് ഒരു പട്ടണമായിട്ടുണ്ട്, അവിടെ ജനത്തിന്റെ അവിടെ പാർക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു രാജ്യത്വം ആ രീതിയിൽ രാജാവ് നയിക്കുന്ന ഒരു അവസ്ഥയിലല്ല നാം കാണുന്നത്. വളരെ ഭരണകൂടമൊക്കെ നശിച്ച അവസ്ഥയിലാണ് ഗാസ ആയി നിൽക്കുന്നത്. വീണ്ടും വായിക്കുന്നത് അഷ്കലോണിനെ കുറിച്ച് എന്താ വായിക്കുന്നത്? അഷ്കലോൺ വിൽ നോട്ട് ബി ഇൻഹാബിറ്റഡ്. ഗാസയില് ആൾക്കാർ കാണും, ജനം കാണും, ഇന്നും ജനമുണ്ട്. എന്നാൽ അഷ്കലോണില് നിവാസികൾ ഇല്ലാതെ ആകും. ഇന്നത്തെ കാലം നാം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അഷ്കലോണില് ജനനിവാസം ഇല്ല. അഷ്കലോൺ എന്ന സ്ഥലത്ത് ജനനിവാസം ഇല്ല. എന്നാൽ ഈ സെക്കറിയാവ് ഇത് പ്രവചിക്കുമ്പോൾ അവിടെ ജനനിവാസമുണ്ട്, അവിടെ അത് ഇല്ലാതെ ആകും എന്ന് പറയുന്നത് പിന്നീട് സംഭവിച്ച വിഷയമാണ്. ഏകദേശം ഈ പ്രവചനം രേഖപ്പെടുത്തി കഴിഞ്ഞ് 1700 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പ്രവചനത്തിന്റെ നിവൃത്തീകരണം അവിടെ ഉണ്ടായത്. അഷ്കലോൺ ഇല്ലാതെ ആയത്. ടർക്കിയിൽ നിന്ന്, ഞാൻ ചില ചരിത്രം പറഞ്ഞു പോയി, ടർക്കിയിൽ നിന്ന് വന്ന ചില ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നവര്, മുസ്ലിം രാജാക്കന്മാര് ഈ അഷ്കലോൺ എന്ന പ്രദേശത്ത് പോയി അതിനെ കംപ്ലീറ്റ്ലി ഇല്ലാതെ ആക്കിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഷ്കലോൺ എന്ന സ്ഥലത്ത് ഇന്ന് ജനപാർപ്പില്ല, ആരും താമസിക്കാത്ത ഒരവസ്ഥയാണ്. ഗാസയിൽ രാജാവില്ല, ഭരണകൂടമില്ല, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജനമുണ്ട്, അഷ്കലോണില് താമസമില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം അവിടെ നിവർത്തിക്കപ്പെടുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ 3ാമത്തെ ഒരു പട്ടണം നാം കാണുന്നത് ആസ്ഡോഡ്. ആസ്ഡോഡിൽ എന്താണ്? ഒരു പ്രത്യേക കൗഡലയ ജാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് പീപ്പിൾ എന്നാണ്. ഒരു ദേശക്കാരല്ല, പല ദേശക്കാർ, പല സാഹചര്യം, പല സംസ്കാരങ്ങളുള്ളവർ ഒന്നിച്ച് മിക്സ്ഡ് ആയിട്ട് പാർക്കുന്ന, പലയിടത്തു നിന്ന് കടന്നു വന്ന പോപ്പുലേഷൻസ്, പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ ആസ്ഡോഡിൽ പാർക്കുന്നത്. അനേക ദശാബ്ദങ്ങൾ കടന്നുപോയി അനേക സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് നാം ആസ്ഡോഡ് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം പറയുന്നത് ആ ആസ്ഡോഡ് എന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തെ നിവാസികളല്ല, അനേക രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അവിടെ ഒന്നിച്ച് ചേർന്ന് പലയിടത്തുനിന്ന് വന്നവരാണ് താമസിക്കുന്നത്. നമുക്കറിയാം അങ്ങനെ അല്പമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ കേരളം നോക്കിയാലും ഇന്ത്യയിൽ നോക്കിയാലും ചിലർ പുറത്തുനിന്ന് വന്ന് മൈഗ്രൻസ് താമസിക്കാറുണ്ട്. എന്നാൽ അത്യധികമായിട്ട് അങ്ങനെ തന്നെ മിക്സ്ഡ് ആയിട്ട്, നമ്മൾ ഇന്ത്യയിൽ നോക്കിയാൽ ഇന്ത്യൻസ് ആണ് കൂടുതൽ, നാം അമേരിക്ക പോയ അമേരിക്കൻസ് ആണ് കൂടുതൽ, ഓസ്ട്രേലിയ പോയ ഓസ്ട്രേലിയൻസ് ആണ് കൂടുതൽ. ആ രീതിയിൽ അല്ല ഈ ആസ്ഡോഡ് എന്ന സ്ഥലം. ആസ്ഡോഡുകാർ എന്ന് പറയത്തക്ക രീതിയിൽ കൂടുതലല്ല, എല്ലാവരും ചേർന്നാണ് താമസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അതിന്റെ 7ാം വാക്യം നമുക്ക് ഒരു സാന്ത്വനവും പ്രചോദനവും നൽകുന്ന ഒരു വിഷയമാണ്. Then they also will be a remnant for our God. നമ്മുടെ ദൈവം എല്ലാ കാലത്തും ഒരു ശേഷിപ്പ്, എവിടെ നാം വായിക്കുന്നത്? എവിടെ? എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായി തീരും. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ എക്രോണിനെ കുറിച്ചാണ് പറയുന്നത്. എക്രോൺ ജെബൂസൈറ്റ് എന്ന് പറയുന്നത് കർത്താവ് ആ ഒരു കുലത്തിൽ നിന്ന് ഒരു ശേഷിപ്പിനെ അവിടെ മാറ്റിവെക്കുകയാണ്. ഏത് കാലത്തും കർത്താവിന് ഒരു റെംനന്റ് ഉണ്ട്. ഇങ്ങനത്തെ ന്യായവിധികൾ കർത്താവ് നടപ്പിലാക്കുകയാണ്. സോറിന്റെ എതിരെ, സിദോന്റെ എതിരെ, അഷ്കലോണിന്റെ എതിരെ, ഗാസയ്ക്കെതിരെ, ആസ്ഡോഡിനെതിരെ എല്ലാം ന്യായവിധികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തും ഒരു ശേഷിപ്പ് അവിടെ മാറ്റിവെക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സഭയുമായിട്ട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അന്യജാതികൾ ദൈവത്തിങ്കലേക്ക്
കടന്നു വരുന്നു. ദൈവത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു പാഠം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നവരല്ല ഇവിടെ ശേഷിപ്പായിട്ട് കർത്താവ് നോക്കുന്നത്. എക്രോൺ ലൈക്ക് ജെബൂസൈറ്റ്, അവിടെ ജെബൂസൈറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ശേഷിപ്പായിട്ട് കർത്താവ് എടുക്കുകയാണ്. ഇന്ന് സഭയിൽ അങ്ങനെ ഒരു വേർവ്യത്യാസമില്ല. യഹൂദൻ അല്ലെങ്കിൽ അന്യജാതി അല്ലെങ്കിൽ ആദ്യം സഭയിൽ കടന്നു വന്നവൻ, അവസാനം കടന്നു വന്നവൻ, അങ്ങനെ ഒന്നുമില്ല. കർത്താവിന് ആരെയും എടുത്ത് ഉപയോഗിക്കുവാനും തനിക്ക് ശേഷിപ്പായിട്ട് അത് വെക്കുവാനും കർത്താവിന് കഴിയും എന്ന് ആത്മീകമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത്. ഇതുമായിട്ട് ചേർന്ന് നമുക്ക് എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ. എഫിഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 14, 15, 16. ആ സമയക്കുറവ് കാരണം നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കത്തില്ല. അവിടെ ആത്മീകമായിട്ട് മുകളിലോ താഴെ ആരുമില്ല. എല്ലാവരും ഒരേ രീതിയിലാണ്. കർത്താവ് അന്യജാതിയെയും ഉപയോഗിക്കുവാൻ, അന്യജാതിയിൽ നിന്നും തനിക്കൊരു നേതാവിനെ ഉയർത്തുവാൻ കർത്താവിന് കഴിയും. ചീഫ് ഇൻ ജൂഡ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യം. 8-ാം വാക്യം നമുക്ക് വായിക്കാം. 8-ാം വാക്യം. ആരും പോക്കുവരത്ത് ഒരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനിയും ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടുവല്ലോ. അവിടെ ബട്ട് ഐ വിൽ ക്യാമ്പ് അറൗണ്ട് മൈ ഹൗസ് ബിക്കോസ് ഓഫ് ആൻ enemy, because of him who passes by and returns. ഇവിടെ നാം വായിക്കുന്നത് ദൈവം തൻ്റെ ആലയം അല്ലെങ്കിൽ തൻ്റെ ആ ഭവനത്തിന്റെ ചുറ്റും എങ്ങനെയാണ് വസിക്കുന്നത്? ക്യാമ്പ് അറൗണ്ട്. അവിടെ പോക്കുവരത്ത് ചെയ്യാതിരിക്കാൻ ഞാനൊരു പട്ടാളമായി, അപ്പൊ ഒരു പട്ടാളത്തിന്റെ ഒരു രൂപമാണ് ഒരു ക്യാമ്പിംഗ് സെന്റർ എന്ന് പറയുന്നത്. തമ്പടിച്ച് ഞാൻ അതിന്റെ ചുറ്റും കാണും എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. ഐ വിൽ ക്യാമ്പ് അറൗണ്ട് മൈ ഹൗസ്. തന്റെ ജനത്തിന്റെ ചുറ്റും താൻ ഒരു പട്ടാളമായിട്ട്, ഒരു സുരക്ഷ, ഒരു ഗോപുരമായിട്ട്, ഒരു ബേസ് ആയിട്ട് താൻ അതിന്റെ ചുറ്റും കാണും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അക്ഷരികമായിട്ട് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി അവരെ ആക്രമിക്കാൻ വന്നപ്പോഴും മറ്റ് പല ആക്രമണങ്ങൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ രാജ്യത്തിന് മേൽ വന്നപ്പോഴും കർത്താവ് യഹോവയായ ദൈവം അവർക്ക് ഒരു പട്ടാളമായിട്ട്, ഒരു ക്യാമ്പിംഗ് അറൗണ്ട് ആയിട്ട്, ഒരു സുരക്ഷിതത്വം കൊടുത്ത് അവരെ പരിപാലിക്കുന്ന ഒരു അവസരങ്ങൾ ചരിത്രത്തിൽ അനേകം തവണ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും നമുക്ക് അതിന്റെ അനേകം ഉദാഹരണങ്ങളുണ്ട്. അക്ഷരികമായിട്ട് ഇസ്രായേലിന്റെ ജീവിതത്തിൽ കർത്താവ് പട്ടാളമായിട്ട് ചുറ്റും തന്റെ ഗ്രഹത്തിന്റെ കാവലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആത്മീക അർത്ഥം എന്താണ്? നാം സഭയിലേക്ക് മടങ്ങി വന്നാൽ ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 15-ാം വാക്യം. ഹൗസ് ഓഫ് ഗോഡ് ഈസ് ദ ചർച്ച്. ദൈവസഭയാണ് ദൈവത്തിന്റെ ആലയം. അപ്പോൾ ഗോഡ് സ്റ്റാൻഡ്സ് ലൈക്ക് എൻ ആർമി ഫോർ ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിന് വേണ്ടി ഒരു പട്ടാളമായിട്ട്, ഒരു സുരക്ഷിതത്വമായിട്ട്, ഒരു ഗോപുരമായിട്ട്, ഒരു ബലമായിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, തൻ്റെ ദൂതന്മാരല്ല, ദൈവം സ്വയമാണ് അവിടെ നിൽക്കുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ബലം നൽകുന്ന മറ്റൊരു വിഷയവുമില്ല. അതുകൊണ്ട് ശത്രു പിശാചിന് അതേത് രീതിയിൽ വന്നാലും നമ്മളെ ജയിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ മേൽ സർവാധികാരം വെക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ക്രൈസ്റ്റ് റൂൾസ്. കർത്താവായ യേശു ക്രിസ്തുവാണ് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മത്തായി 16-18 വാക്യം. അവിടെ നാം വായിക്കുന്നത് സഭയെക്കുറിച്ച് വായിക്കുന്ന ഒരു വളരെ പരിചയമുള്ള ഭാഗമാണ്. അവിടെ സഭയെ പണിയും എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? പാതാളത്തിന്റെ ഗോപുരങ്ങൾ അതിന്റെ എതിരെ ജയിക്കുകയില്ല. ഗേറ്റ്സ് ഓഫ് ഹെൽ വിൽ നോട്ട് പ്രിവെയിൽ. അതാണ് അതിന്റെ അർത്ഥം. കർത്താവാണ് അതിനെ സുരക്ഷിതത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ചുറ്റും കർത്താവിന്റെ സംരക്ഷണമാണുള്ളത്. കർത്താവ് സ്വയമാണുള്ളത്. പിശാചിനൊരിക്കലും അടുക്കുവാൻ സാധ്യമല്ല. ഇന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഉപദ്രവം നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നാം കാണുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവ് ഇത് കാണുന്നില്ലയോ എന്നുള്ളത്. കർത്താവിന്റെ ദൃഷ്ടി സകല മനുഷ്യരുടെ മേലും ഉണ്ടെന്നാണ് നാം 1-ാം വാക്യത്തിൽ വായിച്ചത്. അതിൻ്റെതായിട്ടുള്ള സമയത്ത് കർത്താവിന്റെ നടപടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് നാം ഈ 8-ാം വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഈ 8-ാം വാക്യം വരെ ആ ഒരു ന്യായവിധിയുടെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഉള്ള വാക്യങ്ങളിൽ മറ്റൊരു വിഷയത്തിലേക്കാണ് നാം പോകുന്നത്. 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പേഴ്സണായി അവൻ നീതിമാനും ജയശാലിയും ധാർമ്മികനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ കഴുതപ്പുറത്തും
കയറി വരുന്നു. ദൈവനാമത്തിന് മഹത്വം. അപ്പോൾ ഇത്രയും നേരം ലോക രാഷ്ട്രങ്ങളെക്കുറിച്ചും പട്ടണങ്ങളെക്കുറിച്ചും അവിടുത്തെ രാജാക്കന്മാരെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 9-ാം വാക്യത്തിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജാവിനെയാണ് ഇവിടെ സെഖര്യാവ് പരിചയപ്പെടുത്തുന്നത്. ലോകപരമായിട്ടുള്ള രാജാവല്ല, അവിടെ നാം സ്വർഗീയമായിട്ടുള്ള ദൈവം സ്വയം രാജാവ്, ഗോഡ് ദ കിങ് എന്നുള്ള വിഷയമാണ് ഇവിടെ നാം വായിക്കുന്നത്. അവിടെ നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്. അവിടെ വായിക്കുന്നത് കിങ് ഇസ് കമ്മിങ് ടു യു. എങ്ങനെയാണ് രാജാവ് വരുന്നത്? ഹംബിൾ ആൻഡ് മൗണ്ടഡ് ഓൺ എ ഡോങ്കി. ഏറ്റവും താഴ്മയോടെ ഒരു കഴുതപ്പുറത്താണ് ഈ രാജാവ് വരുന്നത്. നമുക്ക് ഈ കഴുതപ്പുറത്ത് രാജാവ് വരുന്നത് എന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് സുവിശേഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അത് മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ഈ ശുശ്രൂഷയിൽ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ച ഒരു രംഗം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് കാണിക്കുന്നത് യെരുശലേമിലേക്ക് കർത്താവ് പ്രവേശിക്കുന്നത് ഒരു കഴുതപ്പുറത്താണ്. ഹി ഈസ് ഓൺ എ ഡോങ്കി. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഇവിടെ വായിക്കുന്നത് യെരുശലേം പുത്രിമാരോട് പറയുന്നത്, നിങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കുക. കാരണം എന്താണ്? ഹംബിൾ ആൻഡ് മൗണ്ടഡ് ഓൺ എ ഡോങ്കി ഈസ് യുവർ കിങ്. നിങ്ങളുടെ രാജാവ് ഒരു കഴുതപ്പുറത്ത് താഴ്മയോടെ വരികയാണ്. ഹംബിൾ ഗോഡ് ദ കിങ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കർത്താവ് ഈ കഴുതയെ തിരഞ്ഞെടുത്തത്? വൈ ഡിഡ് ഗോഡ് ചൂസ് ഡോങ്കി എന്നാണ്, അതാണ് നമ്മുടെ ചോദ്യം. വാട്ട് ഈസ് ദി പർപ്പസ്? കർത്താവിൻ്റെ രാജ്യത്തെ വെളിപ്പെടുത്തുന്ന, കർത്താവിൻ്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. കർത്താവ് എന്തുകൊണ്ടാണ് ഒരു കഴുതയെ തിരഞ്ഞെടുത്തത്? വൈ ഡിഡ് ഗോഡ് ചൂസ് എ ഡോങ്കി? എന്തുകൊണ്ടാണ് ഒരു കഴുതയെ തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, ഒരു രാജാവ് ലോകപരമായി ചിന്തിച്ചാൽ മിനിമം ഒരു കുതിരയെങ്കിലും തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഒരു ആനയെങ്കിലും വലിയ കുഴപ്പമില്ല. എന്നാൽ ഇവിടെ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു കഴുതയെ നാം കണ്ടു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു വ്യക്തി ഇന്നത്തെ കാലഘട്ടത്തിലും കഴുതയുടെ മുണ്ട് ആരെങ്കിലും ഇരുന്ന് സഞ്ചരിക്കുന്ന കണ്ടാൽ നമുക്കൊരു കുറച്ചിൽ പോലെയാണ്, ഒരു ചെറുത് പോലെ, ഒരു വളരെ മോശമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രം വരുന്നത്. എന്നാൽ ആ ഒരു ചിത്രീകരണം നമ്മുടെ കർത്താവിൻ്റെ താഴ്മയെ അല്ലെങ്കിൽ സൗമ്യതയെ കാണിക്കുന്ന, കർത്താവ് വളരെ സൗമ്യനായിട്ട് സമാധാനപരമായിട്ട് ഉള്ള ഒരു രാജാവായിട്ടാണ് കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുത്തത്. ഫ്യൂച്ചർ കിങ്, നമ്മുടെ വരുവാനിരിക്കുന്ന രാജാവ് ആ രീതിയിലുള്ള താഴ്മയുള്ള ഒരു രാജാവാണ്. താൻ ജയിച്ചത് തൻ്റെ ബലത്താലെ അല്ല. നാം നേരത്തെ ചിന്തിച്ചു, ദൈവം വെറുക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ബുദ്ധി, ജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധി. രണ്ടാമത്തെ എന്തായിരുന്നു? നമ്മുടെ ബലം അല്ലെങ്കിൽ സമ്പത്ത്. ഈ 3 കാര്യങ്ങളും ലോകപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഈ ലോകത്തിന്റെ വിഷയങ്ങളാണ് നാം ഒരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ. അപ്പോൾ ഈ ലോകപരമായിട്ടുള്ള വിഷയങ്ങൾ, ലോകത്തിന്റെ സഞ്ചാലകൻ അല്ലെങ്കിൽ ലോകത്തിന്റെ അധികാരം ആരുടെ മേലാണ് ഇന്ന്? പ്രിൻസ് ഓഫ് ദി എയർ ആരാണ്? സാത്താനാണ്. അപ്പോൾ കർത്താവ് ഒരിക്കലും ഈ ലോകത്തിന്റെ എന്തെങ്കിലും ഉപയോഗിച്ച്, സാത്താന്റെ ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് അതിന്റെ മേൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ചില്ല. ഇങ്ങനെ നാം ചിന്തിക്കുക, ഒരു കുതിരമേൽ കർത്താവ് സഞ്ചരിച്ചായിരുന്നെങ്കിൽ സാത്താന് പറയാൻ പറ്റുമാ, നീ എൻ്റെ കുതിര ഉപയോഗിച്ചിട്ട് ഒന്ന് ഷോ കാണിക്കുവാൻ കർത്താവിന് സാധിച്ചല്ലോ, കുതിര എൻ്റെ ബലമാണ്, അതിനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ഏറ്റവും ലോ, ആരും ശ്രദ്ധിക്കാത്ത ഏറ്റവും താഴ്ന്ന ഒരു മൃഗത്തെ, ഒരു ജീവിയെ കർത്താവ് എടുത്ത് അതിൽ സഞ്ചരിച്ച് വന്ന ഒരു രാജാവ്. ഡോങ്കി സ്പിരിറ്റ് ആൻഡ് ഹോഴ്സ് സ്പിരിറ്റ്, അതാണ് ആത്മീകമായിട്ട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. സഭാപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ there is a donkey spirit and there is a horse spirit. ഓക്കെ, പലപ്പോഴും നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്, നമുക്ക് കുതിര പുറത്ത് കയറണം, അല്ലെങ്കിൽ കുതിര സ്പിരിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്, ബലം ഉണ്ടാകണം എന്നുള്ളതാണ്, നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഹോൾഡ് ഉണ്ടാവണം എന്നുള്ളതാണ്, നമുക്ക് ആധിപത്യം ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ രാജാവ് നമ്മെ പഠിപ്പിച്ചത് ഡോങ്കി സ്പിരിറ്റ് ആണ്. കഴുത പുറത്ത് കയറുവാൻ നമുക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? കഴുതകളാകുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പലപ്പോഴും നമ്മുടെ ജീവിതം, നാം എത്ര വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ നാം എത്ര അവസരങ്ങളിൽ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കഴുതകളായി തീർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കഴുതയെ പോലെ ഒന്നുമില്ലാത്തവരായി തീർന്നിട്ടുണ്ട്.
ഏത് അർത്ഥത്തിലാണെങ്കിലും, സാമ്പത്തികമായിട്ടാണെങ്കിലും, ബലത്തിന്റെ അർത്ഥത്തിലാണെങ്കിലും, ജ്ഞാനത്തിന്റെ അർത്ഥത്തിലാണെങ്കിലും നാം കഴുതകളായി തീർന്നിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഞാനിങ്ങനെ പറയട്ടെ, ആ സമയങ്ങളിൽ മാത്രമാണ് നാം നമ്മുടെ രാജാവിനോട് അനുരൂപരായി തീർന്നിട്ടുള്ളത്. ഞാനൊരു കഴുതയെ പോലെ ആയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഹി മേഡ് എ ഫൂൾ ഓഫ് മീ, എന്നെ ഒരു കഴുതയാക്കി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് ദൈവനാമത്തിന് മഹത്വം വരുത്തുന്ന വിഷയമാണ്. മറിച്ച് നാം എപ്പോഴും കുതിരപ്പുറത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ രാജാവ് അങ്ങനത്തെ ഒരു മാതൃകയല്ല നമ്മെ കാഴ്ചവെച്ചത്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യവും അത് തന്നെയാണ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ചും നേതൃത്വം നടക്കുന്ന മൂപ്പന്മാർ അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവര് എല്ലാവരും ഈ കഴുതപ്പുറത്ത് സഞ്ചരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. താഴ്മയോടെ നിൽക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന്റെ മറുവശത്ത് ഇതിന്റെ 1 തൊട്ട് 8 വാക്യങ്ങൾ, 2, 3, 4 വാക്യങ്ങളിൽ നാം ആ പട്ടണങ്ങളെ കുറിച്ച് കണ്ടു. അവര് കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരാണ്. അവര് സ്വന്തം ബലത്തിൽ അവരെ നിഗളിച്ചവരാണ്. അവരുടെ രാജാക്കന്മാരെ നിഗളിച്ചവരാണ്. അവരുടെ സമ്പത്തിൽ നിഗളിച്ചവരാണ്. ഗാസയ്ക്ക് സംഭവിച്ചത്, അവിടെ അഷ്കലോണിന് സംഭവിച്ചത്, ആ വിഷയങ്ങളൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഒരു കഴുത പുറത്ത് സഞ്ചരിക്കുന്നവരായിട്ട്, ആ ഒരു സ്പിരിറ്റ് ഉള്ളവരായിട്ട് തീരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ വായിക്കാം. വേഴ്സസ് 9 and 10. സീയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും ധാരണയുള്ളവനും ആയി കഴുതപ്പുറത്തും മുൻകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ക്ഷീണിച്ചു കളയും. പടവില് ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവുമായിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ഭദ്രനായ വെള്ളമില്ലാത്ത മതി. അപ്പൊ അതിന്റെ 10ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവ് ചെയ്യുന്ന ചില ക്രിയകൾ അവിടെ വായിക്കുന്നത്. ഐ വിൽ കട്ട് ഓഫ് ദ ചാരിയറ്റ് ഫ്രം എഫ്രൈം. അവിടെ ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയും ഛേദിച്ച് കളയും. ഐ വിൽ കട്ട് ദം ഓഫ് എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ രഥത്തിന്റെ മേൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ബലത്തിൽ ഞാൻ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അതിനെല്ലാം കർത്താവ് ഛേദിച്ച് കളയും. ലിറ്ററലി, ആക്ഷരികമായിട്ട് നാം വെളിപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവിന്റെ മടങ്ങിവരവിൽ, കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ, തൻ്റെ ഈ ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം, എല്ലാത്തിനെയും, രഥങ്ങളെയും കുതിരകളെയും എല്ലാം കർത്താവ് ഛേദിച്ച് കളയുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആത്മീകമായിട്ട് നമ്മുടെ ഒരു സത്യസന്ധമായിട്ടുള്ള സഭയാണെങ്കിൽ, ആത്മാർത്ഥതയുള്ള ഒരു സഭയാണെങ്കിൽ, നമ്മുടെ നിഗളവും നമ്മുടെ പ്രതിസ്പർദ്ധയും തമ്മിലുള്ള പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ച്, നമ്മുടെ കുതിരകളെയും രഥങ്ങളെയും എല്ലാം മാറ്റിവെച്ച് നാം സമാധാനമുള്ളവരായിട്ട് ഉള്ള വിശ്വാസികളായിട്ട് തീരുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്പീക്ക് പീസ് ടു ദി നേഷൻ. സുവിശേഷം എന്ന് പറയുന്നത് സമാധാനം അറിയിക്കുക എന്നുള്ളത്. നമ്മുടെ കർത്താവിന്റെ ഒരു പേരെന്ന് പറയുന്നത് സമാധാന പ്രഭുവാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് ആ സമാധാനമാണ് നാം മറ്റുള്ളവരിൽ അറിയിക്കേണ്ടത്. എഫെസ്യർ 2:17 ആ സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 10ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഹിസ് ഡൊമിനിയൻ ഫ്രം സീ ടു സീ. അതാ നാം വായിക്കുന്നത്, സമുദ്രം മുതൽ സമുദ്രം വരെ അവന്റെ ആധിപത്യം ഉണ്ടായിരിക്കും എന്നാണ് നാം വായിക്കുന്നത്. അത് മിശിഹായുടെ അണ്ടറിലുള്ള ഒരു വേൾഡിൽ സമുദ്രം മുതൽ സമുദ്രം വരെ ലോകം മുഴുവൻ കർത്താവിന്റെ ആധിപത്യം വരുവാനുള്ള ഒരു സമയം വളരെ സമീപമായിരിക്കുന്നു. അത് സംഭവിക്കുവാൻ പോകുന്ന വിഷയമാണ്. ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങളെല്ലാം അനേകം നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളും നിവർത്തിക്കപ്പെടും, അതിന് യാതൊരു സംശയമില്ല. അതിന്റെ 11ാം വാക്യത്തിൽ നാം വായിച്ചത് ബ്ലഡ് ഓഫ് ദ കവനന്റ് എന്നെ കുറിച്ചാണ്. അവിടെ നിയമരക്തം ഹേതുവായി എന്നുള്ള വിഷയം നാം അവിടെ കാണുന്നു. ബ്ലഡ് ഓഫ് ദ കവനന്റ് റെഫേഴ്സ് ടു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ത്യാഗപൂർണമായിട്ടുള്ള രക്തത്തെ കാണിക്കുന്ന വിഷയമാണ് ആ നിയമരക്തം എന്നുള്ളത്. മത്തായി 26-ാം അധ്യായം 28-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മാത്യു 26 and verse 28. അവിടെ ഈ നിയമരക്തത്തെ കുറിച്ച് നാം കാണുന്നു പുതിയ നിയമത്തിൽ. ബ്ലഡ് ഓഫ് ദ കവനന്റ് 26-ാം അധ്യായം 28-ാം വാക്യം. പുതിയ നിയമത്തിലുള്ള എൻ്റെ
രക്തം. അപ്പൊ അതൊരു പുതിയ നിയമത്തിന്റെ നിയമരക്തമാണ്. അത് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അതാണ് ഈ 11-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്ന 2 വിഷയങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവിടെ വാട്ടർലെസ് പിറ്റ് നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും എന്നാണ്. അവിടെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും എന്ന് വായിക്കുന്നു. ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. 2 രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കുവാൻ സാധിക്കും. ഒന്ന്, നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് അത് കാണിക്കുന്നത്. നരകം എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമില്ലാത്ത ഒരു വരണ്ട അവസ്ഥയാണ്, തീയുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം, ആ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ ഒരു ധനികനുണ്ട്. താൻ വെള്ളത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ദാഹിക്കുന്നു, താൻ ഭിക്ഷ ചോദിക്കുകയാണ്, എന്നാൽ വെള്ളം ലഭിക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. ആ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ഈ പുതിയ നിയമരക്തത്തിൽ നാം കാണുന്നത്. 2-ാമത്തെ വിഷയം, അവിടെ കുറച്ചും കൂടെ ആഴത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആത്മീയതയുടെ നിലവാരമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങൾ നാം ചിന്തിച്ചതുപോലെ ബാബിലോണിൽ നിന്ന് പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ഈ ഇസ്രായേൽ ജനത്തോട് ഈ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഇനി ബാബിലോണിന്റെ ഒരു ക്രിസ്തീയ ജീവിതമല്ല ജീവിക്കേണ്ടത്. നോട്ട് എ ബാബിലോണിയൻ ക്രിസ്ത്യാനിറ്റി. ബാബിലോണിലെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്? ആഡംബരമാണ്, പുറമെ കാണിക്കുന്നതാണ്, ആത്മാർത്ഥത ഇല്ലാത്തതാണ്, അതിനകത്ത് ആത്മാവില്ലാത്തതാണ്. വെള്ളമില്ലാത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും സ്പിരിറ്റ്ലെസ്. വെള്ളം പല സ്ഥലങ്ങളിൽ വചനത്തിൽ ആത്മാവിനോട് നമുക്ക് ഉപമിച്ച് ചിന്തിച്ച് ചേർന്ന് ചിന്തിക്കുവാൻ സാധിക്കും. വാട്ടർലെസ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്ലെസ്, ആ അർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില്ലാത്ത, നിറവില്ലാത്ത ഒരു ദൈവജനം, ഒരു ദൈവസഭ, അത് they have some power, അവർക്ക് ശക്തിയുണ്ട്, ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് കാണുന്നു, എന്നാൽ അർത്ഥത്തിൽ അവർക്ക് ഇല്ല. ഒറിജിനലി അവർക്കില്ല. സെക്കറിയാവ് പറയുന്നത് കോൾസ് പീപ്പിൾ ടു കം ഔട്ട്. കർത്താവിന്റെ ജനം ആ രീതിയിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ, ആത്മാവുള്ളവരായിട്ട് തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. യു ഷുഡ് ബി ഫ്രീ. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കണം. നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, എന്നാൽ ബാബിലോണിയൻ ക്രിസ്ത്യാനിറ്റി, നാടകം അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഒരു ഫരീഷ്യന്മാർ ചെയ്യുന്നത് പോലെ ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ വേണ്ടിയല്ല. ആ കുഴിയിൽ നിന്ന് നിങ്ങൾ വെള്ളമില്ലാത്ത അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വേഴ്സ് 12. ഞാൻ എനിക്ക് യഹോവയെ വില്ലായി കുലച്ചു എഫ്രയീമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ, യവനദേശമേ, നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും. യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷനാകും. അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളം ഊതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. സൈന്യങ്ങളുടെ യഹോവ അവരെ കയ്യോടെ മറയ്ക്കും. അവർ മാംസം തിന്നും കവണക്കല്ല് ചവിട്ടിക്കളയും. രക്തം കുടിച്ച് വീര്യം കൊള്ളുന്ന പോലെ പോഷിക്കുകയും യാഗശാലകൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും ഇരിക്കുകയും ചെയ്യും. അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും. അവരുടെ ദേശത്ത് ഒരു കിരീടത്തിന്റെ രക്തം പോലെ ശോഭിക്കും. അതിനെ മതി. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, റിട്ടേൺ ടു ദ സ്ട്രോങ് ഹോൾഡ് ഓ പ്രിസണേഴ്സ് ഹു ഹാവ് ദ ഹോപ്പ്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. അപ്പൊ കർത്താവിന്റെ ഒരു അറിയിപ്പാണിത്. റിട്ടേൺ ടു ദ സ്ട്രോങ് ഹോൾഡ്. നിങ്ങൾക്ക് ബലമുള്ള ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് സുരക്ഷിതത്വവും ബലവും ലഭിക്കുന്ന ഒരു കോട്ടയുണ്ട്, അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾക്ക് പ്രത്യാശയോടെ മടങ്ങി വരാം. കാരണം അവിടെ നിങ്ങൾക്ക് ബലം ലഭിക്കും. നിങ്ങൾക്ക് പകരം ഞാൻ ഇരട്ടിയായിട്ട് നൽകും. ലിറ്ററലി നാം യെരുശലേമിന്റെ മേലും ഇസ്രായേലിന്റെ മേലും ദൈവത്തിന്റെ ആ ഒരു സംരക്ഷണം കാണിക്കുന്ന വിഷയമാണ്. ആത്മീകമായിട്ട് നാം ചിന്തിച്ചാൽ ക്രിസ്തു സ്വയം തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരു കോട്ടയായിട്ട് നമുക്ക് 18-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ പ്രാരംഭ വാക്യങ്ങളിൽ നാം വായിക്കുന്ന 2-ാം വാക്യത്തിൽ കർത്താവ് നമ്മുടെ കോട്ടയാണ്, നമ്മുടെ സങ്കേതമാണ്. അതിനകത്ത് എനിക്കൊന്ന് 7-8 കൂട്ടം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് വ്യക്തിപരമായിട്ട് തൻ്റെ ജനത്തിന്റെ കോട്ടയായിട്ട് നിൽക്കുന്നു. കർത്താവിന്റെ വാഗ്ദത്തമാണ്, ഐ വിൽ റിസ്റ്റോർ ഡബിൾ ടു യു, ഞാൻ ഇരട്ടിയായിട്ട് പകരം നൽകും. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ ഇരട്ടിയായിട്ട്, ഡബിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകും. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യത്തിലും നാം വായിക്കുന്നത് എന്താണ്? ആ കഥ നമുക്കറിയാം. ഇയ്യോബിന്റെ ജീവിതം
ഇയ്യോബിന്റെ ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നതിൽ ഇരട്ടിയായിട്ട് തനിക്ക് അവസാന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നാം മടങ്ങി വന്നാൽ, കർത്താവിന്റെ ഈ കോട്ടയിലേക്ക് പ്രത്യാശയോടെ മടങ്ങി വന്നാൽ, ഉറച്ചു നിന്നാൽ, ബാബിലോണിന്റെ അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്നാൽ നമുക്ക് ദൈവം ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകും. കർത്താവ് എപ്പോഴും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള, ഹൃദയമുള്ള കർത്താവാണ്. നമുക്ക് പരിചയമുള്ള മറ്റൊരു വാക്യവുമുണ്ട്. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം. കർത്താവിന്റെ ഹൃദയം എങ്ങനെയാണ്? പുനഃസ്ഥാപനത്തിന്റെ ഹൃദയമാണ്. എപ്പോഴും എൻ്റെ ജനം മടങ്ങി വന്നാൽ ഞാൻ അവരെ സഹായിക്കും. ഇഫ് യു റിട്ടേൺ ബാക്ക് ഐ വിൽ ഹെൽപ്പ് യു. ഈ പ്രവചനത്തിന്റെ അർത്ഥം തന്നെ നമുക്കറിയാമായിരുന്നു, നാം പല പ്രാവശ്യം ചിന്തിച്ചതാണ്. യാഹ്വേ റിമെമ്പേഴ്സ്. നമ്മുടെ കർത്താവ് നമ്മെ ഓർക്കുന്ന ഒരു കർത്താവാണ്, അതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ 13-ാം വാക്യം നാം വായിച്ചല്ലോ. ആ 13-ാം വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അവിടെ എന്താ വായിക്കുന്നത്? 13-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അവിടെ യഹൂദയെ വില്ലായി കുലച്ചും എഫ്രൈമിനെ നിറച്ചുമിരിക്കുന്നു. അവിടെ ഈ ജൂഡയും എഫ്രൈമും, യഹൂദയും എഫ്രൈമും അവർ തമ്മിൽ അത്ര സ്നേഹമുള്ള സ്ഥലങ്ങളല്ല നാം ചരിത്രപരമായി ചിന്തിച്ചാൽ. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, ഐ വിൽ ബെൻഡ് ജൂഡ ആസ് മൈ ബോ. ഞാൻ വില്ലായിട്ട് ആരെ ഉപയോഗിക്കും? ഈ യഹൂദയെ ഉപയോഗിക്കും. എൻ്റെ എഫ്രൈമിനെ എങ്ങനെ ഉപയോഗിക്കും? കുലച്ച് ബോ ആൻഡ് ആരോ. നമുക്ക് അറിയാം, ഒരു വില്ലും അതിന്റെ ബോ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പൊ ഒരു എഫ്രൈമിനെ അല്ലെങ്കിൽ യൂദയെ ഞാൻ എന്തായിട്ട് ഉപയോഗിക്കും? ആ ഒരു വാക്ക് മലയാളത്തിലുണ്ടോ? ബോ ആൻഡ് ആരോ എന്നാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഐക്യതയോടെ ചേർന്ന് എൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി ഇവർ രണ്ടുപേരെയും ഞാൻ ഉപയോഗിക്കും. ആരെ? യഹൂദയെ ഉപയോഗിക്കും. ആരെ ഉപയോഗിക്കും? എഫ്രൈമിനെയും ഉപയോഗിക്കും. അവരൊന്നിച്ച് ചേർന്ന് പോകാത്തവരെ ഞാൻ ചേർന്ന് ഉപയോഗിക്കും. ഐക്യതയെ കാണിക്കുന്ന ഒരു വിഷയമാണ്. ബോ പ്ലസ് ആരോ ടു ഒപ്പോസ് ദി അഡ്വേഴ്സറി. നിങ്ങൾക്കെതിരെ ഈ ശത്രുക്കൾ വരുമ്പോൾ നിങ്ങൾ ചേർന്ന് നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. യഹൂദനെയും അന്യജാതിയെയും കർത്താവ് ഒന്നിപ്പിക്കും. എഫെസ്യർ 2:14 വാക്യം. ഇനിയും യഹൂദനെന്നില്ല, അന്യജാതി എന്നില്ല, നിങ്ങൾ ക്രിസ്തുയേശുവിൽ രണ്ടുപേരും ഒരുവരാണ്. അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ ഏക രാജ്യത്തിന്റെ അവകാശികളാണ്. അതിനകത്തൊരു വേർവ്യത്യാസം ഇനിയുമില്ല. നമ്മുടെ പശ്ചാത്തലങ്ങൾ, പൃഷ്ഠഭൂമികൾ, അതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നാം സഹോദരികൾ എന്തുവാ ചെയ്യേണ്ടത്? പരസ്പരം നാം ആ രീതിയിൽ മല്ലുപിടിക്കാതെ ഐക്യതയോടെ നിൽക്കുവാനുള്ള ഒരു പ്രബോധനമാണ് കർത്താവ് നൽകുന്നത്. ശത്രു വരും. ഇനി വരാവുന്ന സമയങ്ങളിൽ അന്ത്യക്രിസ്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ വരുന്നുണ്ട്, അനേക തെറ്റായ പഠിത്തങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ വരുന്നുണ്ട്, ഉപദ്രവങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മനിറവുള്ളവരായിട്ട് എന്ത് ചെയ്യണം? ഐക്യതയോടെ മുമ്പോട്ട് പോകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കാം. 14 and 15. യഹോവർക്ക് മീതെ പ്രത്യക്ഷനാകും. അവന്റെ യാത്ര മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളം ഊതി തെക്കൻ ചുഴലിക്കാറ്റിലെ വരും. സൈന്യങ്ങളുടെ യഹോവ അവരെ പരിചയ കൊണ്ട് മറയ്ക്കും. അവർ മാംസം തിന്നും കവണക്കല്ല് ചവിട്ടിക്കളയുകയും രക്തം പിടിച്ച് വീഞ്ഞു കൊണ്ടതുപോലെ പോഷിക്കുകയും യാഗ കലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം. 14-ഉം 15-ഉം വാക്യങ്ങൾ ഈ ഭാവിയിൽ, ഏറ്റവും അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് പരാമർശിക്കുന്ന വാക്യങ്ങളാണ്. ആ വാക്യം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാഹളത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്, ട്രംപറ്റ് ബ്ലാസ്റ്റ്. അത് 1 തെസ്സലോനിയർ 4-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അർമഗദോൻ, ആ ഒരു യുദ്ധം, ആ സമയം, അതിനെക്കുറിച്ച് സെക്കറിയാവ് തന്നെ 14-ാം അധ്യായത്തിൽ നാം ഇനിയും പഠിക്കും. 1-ാം വാക്യത്തിലും വെളിപ്പാട് 19-ാം അധ്യായത്തിലും ഈ വിഷയങ്ങളെ കുറിച്ച് നാം കാണുന്നുണ്ട്. കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് എടുത്തു പറയുന്ന 2 വാക്യങ്ങളാണ് ഈ 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ലിറ്ററലി, അക്ഷരികമായിട്ട് നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. 2ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അന്ന് ഈ കാഹളം ഊതുമ്പോൾ കർത്താവിന്റെ ആ മധ്യാകാശത്തിൽ ആ രീതിയിൽ നാം എടുക്കപ്പെടും എന്നുള്ളത്, ആ വിഷയങ്ങൾ നമുക്ക് പുതിയ നിയമമായിട്ട് ചേർന്ന് പഠിക്കുവാൻ കഴിയുന്ന വിഷയമാണ്. ചർച്ചുമായിട്ട്, സഭയുമായിട്ട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ നാം ആത്മനിറവുള്ളവരായിട്ട്, വിജയമുള്ളവരായിട്ട് ഈ വിഷയങ്ങൾ മനസ്സിലാക്കി തീരേണ്ടത് അത്യാവശ്യമുള്ള വിഷയമാണ്. നാം ഈ പ്രത്യാശയുള്ളവരായിട്ട് തീരേണ്ടത് അത്യാവശ്യമുള്ള വിഷയമാണ്. നമുക്ക് അവസാനിപ്പിക്കാം. 16-ഉം 17-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. Verse 16 and 17. അവർ അവരുടെ ദേശത്തെ ഒരു കിരീടത്തിന്റെ രക്തം പോലെ
ഉം. അതിന് എത്ര സ്ത്രീത്വവും അതിന് എത്ര സൗന്ദര്യവും ഉണ്ട്. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും സ്വീകരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈ അവസാനമായിട്ട് ദൈവജനമായി തീരുന്ന, അവസാനം വരെ വിശ്വസ്തരായി തീരുന്ന അവരുടെ ഒരു മനോഹരത്വം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദ ബ്യൂട്ടി ഓഫ് ഗോഡ്സ് പീപ്പിൾ, ദൈവജനത്തിന്റെ ആ മനോഹരത്വം നമുക്ക് ആത്മീകമായിട്ട് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സ്വഭാവം അവരുടെ മേൽ നമുക്ക് കാണുവാൻ. ദേ ആർ ആസ് സ്റ്റോൺസ് ഓഫ് എ ക്രൗൺ സ്പാർക്ലിംഗ് ഇൻ ദ ലാൻഡ്. അവന്റെ ദേശത്ത് ഒരു കിരീടത്തിന്റെ രത്നങ്ങൾ പോലെ പൊങ്ങി ശോഭിക്കും. ദേ വുഡ് ബി സ്പാർക്ലിംഗ് ലൈക്ക് ബ്യൂട്ടിഫുൾ സ്റ്റോൺസ് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആരാണ് ഇവര്? ബിലീവേഴ്സ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൽ വിശ്വസിക്കുന്നവർ ഈ രത്നങ്ങളെ പോലെ അവർ പ്രകാശിക്കുകയും ശോഭിക്കുകയും ചെയ്യും. എപ്പോഴാണ്? കർത്താവിന്റെ വരവിങ്കൽ അവർ ശോഭിച്ച് ഉല്ലസിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ നാം ഏറ്റവും അവസാനം വായിച്ചത് ഗ്രെയിൻ ആൻഡ് ന്യൂ വൈൻ. അവിടെ അതിന്റെ നാം വായിക്കുന്ന ധാന്യവും അതോടൊപ്പം വീഞ്ഞും. നാം രണ്ട് കാര്യങ്ങൾ വായിക്കും. ധാന്യം കാണിക്കുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തെ കാണിക്കുന്നതാണ് ധാന്യം. വീഞ്ഞ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന വിഷയമാണ്. അവർ ഒന്നിച്ച്, ആരൊക്കെയാണ്? യുവാക്കളുണ്ട്, യുവതികളുണ്ട്, സഭയിലെ എല്ലാ വിശ്വാസികളും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു മഹത്വീകരണത്തിന്റെ, ഒരു ആത്മീക സൗന്ദര്യത്തിന്റെ ഒരു രൂപമാണ് നാം കാണുന്നത്. നമുക്ക് അങ്ങനെയല്ലേ കാണുവാൻ സാധിക്കുന്നത്? മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവ് ആ രീതിയിൽ എടുക്കുവാൻ വരുമ്പോൾ നമ്മുടെയൊക്കെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? രത്നങ്ങളെ പോലെ നാം ശോഭിക്കും. യു ബി സ്പാർക്ലിംഗ് ലൈക്ക് ബ്യൂട്ടിഫുൾ സ്റ്റോൺസ്. അതാണ് നമ്മുടെ പ്രത്യാശ. അത് യാതൊരു സംശയമില്ലാതെ ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും അടുത്ത ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നു. അതാണ് സെഖര്യാവ് ഇവിടെ ആ ജനത്തെ പ്രബോധിപ്പിക്കുന്ന വിഷയം. നാശം, ന്യായം വിധിക്കുന്ന ഒരു ദൈവം ആദ്യത്തെ 8 വാക്യങ്ങളിൽ പറഞ്ഞിട്ട് പിന്നീട് കർത്താവിന്റെ ആ മടങ്ങിവരവ് എങ്ങനത്തെ ദൈവമാണ്, എങ്ങനത്തെ രാജാവാണ്? ഒരു താഴ്മയുള്ള, കഴുത പുറത്തു വരുന്ന ഒരു രാജാവ്. ആ രാജാവ് വരുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായി തീരും എന്നുള്ളത് നാം ചിന്തിച്ചു. എങ്ങനെയായിരിക്കും? നാം ഐക്യതയുള്ളവരായിട്ട് ആ തിളങ്ങുന്ന രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന ആ അവസ്ഥയിൽ നാം ആയിത്തീരും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ, എത്ര അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ പ്രവചനങ്ങളാണ് നമുക്ക് ഉള്ളത്. എന്നാൽ നമ്മെ ഓർമ്മിപ്പിച്ച വിഷയങ്ങളും നാം മറക്കാതിരിക്കുക. കർത്താവ് ആഗ്രഹിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. ആ പ്രത്യേകമായിട്ട് 3 കാര്യങ്ങളൊന്നും ഓർക്കുക. നമ്മുടെ ബലത്തിലോ, നമ്മുടെ ധനത്തിലോ, നമ്മുടെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ജ്ഞാനത്തിലോ ആശ്രയിക്കുവാൻ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നിഗളിക്കുവാനുണ്ടെങ്കിൽ, നമുക്ക് ആശ്രയിക്കുവാനുണ്ടെങ്കിൽ, നമുക്ക് എടുത്തു പറയുവാനുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ, ടു നോ ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, അതിൽ വേണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. യെരമ്യാവ് 9:23-24 വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ അതിൽ മാത്രം ആശ്രയിച്ച് വരും ദിവസങ്ങളിൽ ഈ വചനങ്ങൾ നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് പ്രത്യാശയോടെ, ധൈര്യത്തോടെ നമ്മുടെ രത്നങ്ങളായിട്ട് ശോഭിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.